പോയി എത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങളെല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തോട് പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ്. നിങ്ങൾ ആരെ പറ്റി പറഞ്ഞത് അദ്ദേഹത്തെ പറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല. ഇങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം. മാത്രമേ നമ്മളെ സ്വപ്നത്തിലുണ്ടായിരുന്നുള്ളൂ എന്റെ മക്കൾക്കും. പക്ഷെ ആരെയും പേടിക്കാതെ ധൈര്യമായിട്ട് നമുക്ക് അടച്ചുറപ്പുള്ള വീട്. ിനോ അനുമോൾക്കോ ഇതുപോലെയുള്ള സഹായിച്ചവർക്ക് ചെയ്ത ഓരോ ഇത് ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇതേപോലെ സഹായം 2ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, അനുമോൾ എന്തോരം സഹായിച്ചിട്ടുണ്ട് എന്നെ, ഇപ്പോഴും കൊടുക്കാനുണ്ട് അവൾക്ക് പൈസ എടുത്ത്. ഉടനെ തന്നെ എത്തും ഇത്തിൽ കണ്ണികളായിട്ടുള്ള സ്ത്രീ സദാചാര പോലീസുകാർ. അനുമോളെ കുറിച്ച് ഇപ്പൊ എന്തൊക്കെയാണ് ഓരോ മീഡിയക്കാർ വന്ന് ചോദിക്കുമ്പോൾ രേണു സുധി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പക്ഷെ നല്ല രീതിയിൽ അനുമോൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രേണുവിനെ കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട്. രേണു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവം അല്ലല്ലോ. ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ ഇപ്പൊ അവർ താമസിക്കുന്ന വീട് നിങ്ങളൊന്ന് കാണണം. കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ കരുതിയത് ഇനി ഒരാൾക്കും വീടും വെച്ചു കൊടുക്കൂല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇന്ന് രാവിലെ അത് ചെയ്യണം എന്ന് കരുതി വെച്ചു. പിന്നെ ഞാൻ കരുതി വേണ്ട ചെയ്യണ്ടാന്ന്. പിന്നെ എനിക്ക് തോന്നി അത് ചെയ്യാം. വേറൊന്നും കൊണ്ടല്ല, ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതേപോലെ ഒരുപാട് ജനങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. എന്നാൽ എത്ര സഹായിച്ചാലും തിരിഞ്ഞു കുത്തുന്നവരും നമുക്കിടയിലുണ്ട് കേട്ടോ. അതിന് കൂടെ നിൽക്കുന്ന ഇത്തിൽ കണ്ണികളും നമുക്കിടയിലുണ്ട്. ഈ ഒരു സംഭവം ഞാൻ കണ്ടപ്പോൾ എനിക്ക് പലതും കണക്റ്റായി. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, ജി കൃഷ്ണകുമാറും കുടുംബവും കൂടി ഒരു കുടുംബത്തിന്റെ താങ്ങും തണലും അവരുടെ സ്വപ്നത്തിന്, അവരുടെ എത്രയോ കാലം കൊണ്ടുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് കേട്ടോ ഇന്നലെ നടന്നത്. അതിന് തറക്കല്ലിടലായിരുന്നു ഇന്നലെ. ശ്രുതി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇത് എത്ര പേർക്ക് ഈ ഒരു ന്യൂസ് അറിയാമെന്നറിയില്ല. റിപ്പോർട്ട് ചാനലിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ന്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശ്രുതി എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി, ഒരു മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്നതാണ്. വിധി മറ്റൊന്നാണെങ്കിലും ശ്രുതി ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള തൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് തൻ്റെ വീട്, പ്രോപ്പറായിട്ടുള്ളൊരു വീട് ഉണ്ടായിരുന്നില്ല. വീടുണ്ടോയെന്ന് ചോദിച്ചാൽ വീടുണ്ട്, പക്ഷേ 4 കമ്പുകൾ കൊണ്ട് ഒരു ടർപ്പായ വലിച്ചു ചുറ്റിയ ഒരു വീട്. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ മുറ്റം നിറച്ച് വെള്ളം, അകത്ത് മണ്ണ് നനഞ്ഞ് വെള്ളം അങ്ങനെ പൊങ്ങി വരും. അത്തരത്തിലുള്ളൊരു വീട്ടിലാണ് ആ ഒരു കുടുംബം താമസിച്ചത്. ശ്രുതിക്ക് ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. ഈ 4 പേരും അങ്ങനെ ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചാനലിൽ ഇട്ടപ്പോൾ ഇത് ജി കൃഷ്ണകുമാർ കാണുകയും തൻ്റെ കുടുംബമൊത്ത് ഇപ്പോൾ ആ ഒരു സ്വപ്നം നടത്തി കൊടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ശ്രുതിയെ കണ്ട് ചാനലുമായിട്ട് കണക്ട് ചെയ്ത് ശ്രുതിയെ കണ്ടിട്ട് ശ്രുതി എടുത്ത് പറഞ്ഞു, ഞാൻ ഈ ഒരു വീട് വെച്ച് തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ എൻ്റെ തറക്കല്ലിടലാണ്. എനിക്ക് തോന്നുന്നു 5 സെൻറ്റ് സ്ഥലത്തിൽ ഒരു 650-700 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ്. അതും 2 ബെഡ്റൂം ഉണ്ട്, ഒരു ഹാളുണ്ട്, ഒരു അടുക്കളയുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു മനുഷ്യന് ജീവിച്ചു പോകാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടായിരുന്നു. 650-700 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവം അല്ലല്ലോ. ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ ഇപ്പോൾ അവർ താമസിക്കുന്ന വീട് നിങ്ങളൊന്ന് കാണണം. വളരെ ചെറിയൊരു വീട്, ഞാൻ സൈഡിൽ വെക്കാട്ടോ. ചെറിയൊരു വീട്. ഈ ഒരു ഷീറ്റ് കണ്ടില്ലേ, ഈ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടാണ് അവരവിടെ താമസിക്കുന്നത്. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം മുഴുവൻ അകത്തേക്ക് കയറും. ഈ വീട് വെച്ചു കൊടുക്കാനായിട്ട് ചിലവായിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ് വീടിന് വേണ്ടിയിട്ട്. അതിൽ 2 ലക്ഷത്തിൻ്റെ ചെക്ക് ഇന്നലെ തന്നെ കൈമാറി 6 മാസത്തിനുള്ളിൽ തന്നെ വീട് പണി പൂർത്തിയാക്കും. വാക്ക് കൊടുത്ത വാക്കാണെന്നാണ് ജി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത്. എന്ത് വലിയ കാര്യമാണല്ലേ ചെയ്തത്. ഇങ്ങനെയുള്ള നല്ല നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ കരുതിയത് ഇനി ഒരാൾക്കും വീടും വെച്ചു കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. അത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെ കുറിച്ചല്ല, രേണു സുധിയെ കുറിച്ചാണ് കേട്ടോ. രേണു സുധിക്കും ഇതേപോലെ ഉള്ളൊരു കഷ്ടപ്പാട് കണ്ടിട്ട് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് നല്ല മനസ്സുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം എന്താ, ഇപ്പം അവരെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് മാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു സുധിയും ഇത്തിൽ കണ്ണികളും കൂടിയിട്ട്. ബിഷപ്പ് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോയി. പിന്നെ രേണു സുധിയും ഇത്തിൽ കണ്ണികളൊക്കെ പോയിട്ട് കാല് പിടിച്ച് അത് കേസ് പിൻവലിച്ചു എന്നാണ് തോന്നുന്നു. എന്താണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ അപ്ഡേറ്റ് വരുമായിരിക്കാം. എന്തായാലും കയ്യും കാലൊക്കെ കൂടി പോയി കമന്ന് ബിഷപ്പിന്റെ പിടിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, നേരിട്ട് കണ്ടപ്പം ഞെട്ടിപ്പോയി. എത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങളെല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല വാക്കുകളിൽ. അദ്ദേഹത്തോട് പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ്. നിങ്ങൾ ആരെ പറ്റി പറഞ്ഞത് അദ്ദേഹത്തെ പറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല. ഇങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം. പോലൊരു മനോഹരമായ ഒരു സ്ഥലം. ഞങ്ങൾക്ക് വണ്ടി മുറ്റത്ത് വരും, വണ്ടി എല്ലാം കൊണ്ട് സൗകര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ. ഇത് ആരെയും പറയുന്നത്? ഇപ്പോൾ ഉള്ള രേണു സുധിയാണോ? ഇപ്പൊ മീഡിയാസിന്റെ മുന്നിൽ കിടന്ന് എന്തൊക്കെയാണ് പറയുന്നത്? ആ സമയത്തുള്ള രേണു സുധിനെ കണ്ടോ? ഈ സമയത്ത് കണ്ടോ?
തീർച്ചയായിട്ടും അനുഭവങ്ങളാണ് അവരെ ഈ ഒരു നിലയിലേക്ക് സംസാരിക്കാനായിട്ട് പഠിപ്പിച്ചത്. നമ്മൾ സംസാരിക്കാനൊക്കെ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മുടെ നന്ദി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മളിൽ നിന്ന് അകന്ന് പോകുമെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. നന്ദി ലേശമില്ലാതെയുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നു. പോട്ടെ, ഒരു മീഡിയ വന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിൽ കയറി എന്തെങ്കിലുമൊക്കെ അബദ്ധം വിളിച്ചു പറയും. അത് നമ്മൾ കയറി റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം. അത് വെളുപ്പിക്കാനായിട്ട് ഉടനെ തന്നെ എത്തും ഇത്തിൽ കണ്ണികളായിട്ടുള്ള സ്ത്രീ സദാചാര പോലീസുകാർ. രേണുവിനെ കുറിച്ച് വീഡിയോസ് ഇടുന്നവരുടെ നെഞ്ചത്ത് കയറിയിട്ട് വ്യൂസ് ഉണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഇപ്പോൾ ചെറിയ കൊച്ചുങ്ങളൊക്കെ മോനെ ചക്കരെ തേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വായിലിരിക്കുന്ന കൂടി കേട്ടിട്ട് സംതൃപ്തി അടയുകയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ കയറി ഇരുന്നിട്ട് സഹായിച്ചവരെ നിന്ദിക്കലേ, ഇങ്ങനെ മോശമായിട്ട് പറയില്ല. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞിട്ടോ ബിഷപ്പിന്റെ കാര്യം. ഇങ്ങനെ എത്ര പേര് രേണുവിനെ സഹായിച്ചവരുണ്ട്, അവരൊക്കെ നിന്ദിച്ച് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ, ഇത് ബിഗ് ബോസ് വീടിനകത്ത് നടന്നൊരു സംഭവമാണ്. അനുമോളെ കുറിച്ച് ഇപ്പൊ എന്തൊക്കെയാണ് ഓരോ മീഡിയക്കാർ വന്ന് ചോദിക്കുമ്പോൾ രേണുസുതി പറയുന്നത്, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ കോണ്ടാക്ട് ഇല്ല അനുമോളുമായിട്ട്. എനിക്ക് ഒന്ന് കണ്ടസ്റ്റന്റ് ആരും കോണ്ടാക്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാനുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അനുമോളായിട്ട് ആരും കൂട്ടില്ല, അനുമോൾ ആരുമായിട്ട് കണക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അനുമോൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രേണുവിനെ കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട് രേണു. ഓരോ ഇന്റർവ്യൂസിലാണെങ്കിലോ ഇതുപോലുള്ള മീഡിയാസ് ചോദിക്കുമ്പോഴാണെങ്കിലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഈ രേണു തന്നെ ബിഗ് ബോസ് വീട്ടിലെത്തി എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, അനുമോൾ എന്തോരം സഹായിച്ചിട്ടുണ്ട് എന്നെ, ഇപ്പോഴും കൊടുക്കാനുണ്ട് അവൾക്ക് പൈസ എടുത്ത് തരാട്ടെ അനുമോളെ. അപ്പം അനു മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാട് പക്ഷെ മിണ്ടാതിരിക്കുക ക്യാമറകൾ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ മാറ്റി നിർത്തി മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് ഭാഗം പിന്നെ കട്ട് ചെയ്ത് പോയി. ഇത്രയും ഭാഗം അന്ന് ലൈവിൽ വളരെ വ്യക്തമായി കാണിച്ചു. നിങ്ങൾക്കത് ഓർമ്മ വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ശാരിക KPയും അനീഷും തമ്മിൽ ഒരു ഡിവോഴ്സ് ആ ഒരു സംഭവത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, ആ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു കാര്യമാണത്. രേണുസുതി പറയുന്നത് അനുമോള് എന്തോരം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുതി ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം, ഇപ്പോഴും കൊടുക്കാനുണ്ട് എന്ന് രേണു പറയുന്നത് ലൈവിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. രേണുവിനത് മോശമാകും, മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അനുമോൾ അതൊന്നും ഇവിടെ പറയണ്ട, പോ ചേച്ചി, അപ്പം ഞാൻ എന്തെങ്കിലും നന്നാവുമ്പോൾ തരാട്ടോടി എന്നും കൂടി രേണു ആ സമയത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം എന്തൊക്കെയാണ് കുറച്ച് മീഡിയാസ് രേണു പറയുന്നത് കേൾക്കാനുണ്ട് എന്നുള്ള ധൈര്യത്തിൽ എന്തൊക്കെയാണ് ഇപ്പം അനുമോളെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ബിഷപ്പിനെ കുറിച്ച് പറയുന്നത്, ഇങ്ങനെ സഹായിച്ച ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു കാര്യം കൃഷ്ണകുമാരും കുടുംബവും ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്. അതും ഇതുമായിട്ട് കൂട്ടിക്കലർത്തിയത് ഒരിക്കലും ബിഷപ്പിനോ അനുമോൾക്കോ ഇതുപോലെയുള്ള സഹായിച്ചവർക്ക് ചെയ്ത ഒരു ഇത് ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇതേപോലെ സഹായം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മളിലേക്ക് വരണം എന്ന് തന്നെയാണ് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഉള്ളവനില്ലാത്തതിന് കൊടുക്കാനല്ല, നമ്മൾ ഒരുപാട് ഭക്തി മാർഗത്തിലൂടെ പോകുന്നതിലല്ല കാര്യമുള്ളത്. നമ്മളെ സഹായിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ സഹായിക്കുന്നവരെ കാണുമ്പോൾ ഒന്ന് വണങ്ങുക, അവരെ കുമ്പിട്ട് ഇതാക്കണം എന്നൊന്നല്ല, അവരോട് ഓ ദൈവമേ നല്ല കാര്യം, അവർക്കൊരു ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്നുള്ളൊരു മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ധരിച്ചാൽ മതി, അത് ദൈവം കേൾക്കും. നമ്മൾ ഒരുപാട് അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോയി കുമ്പിട്ട് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ ദൈവം നമുക്ക് ഇവിടെ നല്ലത് വീട്ടിൽ കൊണ്ടും തരും. അല്ലെങ്കിൽ നാളെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ നന്നാവാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുകയല്ല. ഓരോരുത്തരെ സഹായിക്കുന്നവരെ നിന്ദിച്ച് പറയാതിരുന്നാൽ തന്നെ ദൈവം കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നേരം വെളുത്ത് സൂര്യൻ വരുമ്പോൾ ഞാൻ നന്നാവുന്നു, ചന്ദ്രൻ വരുമ്പോൾ വീണ്ടും ദാ പഴയതുപോലെയായി. അങ്ങനെ ആയിട്ടും എല്ലാ കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് നല്ല മനുഷ്യർ നമ്മളിലേക്ക് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും